ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ബേക്കറിയിൽ കിട്ടുന്ന ഈ ഒരു സ്നാക്ക് എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് കാണാനാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല ഒരു സ്നാക്കാണിത്. അപ്പോൾ നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച ശേഷം 3 ടേബിൾ സ്പൂൺ ഷുഗർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. കൂടെ തന്നെ ഒരു പിഞ്ച് യെല്ലോ ഫുഡ് കളർ കൂടി നമ്മൾ ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. കളർ ആഡ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താലും മതിയാകും. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ശേഷം അതിലേക്ക് മൈദാമാവ് കുറേശ്ശെ ചേർത്ത് കൊടുത്ത് ഇളക്കിയെടുക്കാം. രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. നല്ല ക്രിസ്പിനെസ് കിട്ടാൻ ഹെൽപ്പ് ചെയ്യും. ഇല്ലെങ്കിൽ മൈദ തന്നെ ചേർത്ത് ചപ്പാത്തിയുടെ പരുവമാകുന്നത് വരെ കുഴച്ചെടുക്കണം. ഇനി ഇതിനെ നമുക്ക് ഒന്നുകൂടി റോൾ ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. ബോൾസ് ആക്കിയ ശേഷം കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് വെക്കാം. ഹാർഡാകാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഓരോ ബോൾസായിട്ട് പരത്തിയെടുക്കാം. ചപ്പാത്തിയുടെ അതേ തിക്നെസ്സിൽ തന്നെ പരത്തിയെടുക്കാം. ഞാനിപ്പോൾ കൗണ്ടർ ടോപ്പിലിട്ട് പരത്തുന്നത് കൊണ്ടാണ് വലിയ ബോൾസ് ആക്കിയത്. ചപ്പാത്തിക്കല്ലിൽ തന്നെ പരത്തുന്നവരാണെങ്കിൽ ചെറിയ ബോൾസ് ആക്കിയാൽ മതിയാവും. പരത്തിയെടുത്ത ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ശേഷം കുറച്ച് മൈദപ്പൊടി കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഇതുപോലെ മെല്ലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. നമുക്കിഷ്ടമുള്ള ഷേപ്പിലും വലുപ്പത്തിലും ഒക്കെ കട്ട് ചെയ്തെടുക്കാം. ഫോൾഡ് ചെയ്ത ശേഷം ചപ്പാത്തി കോലുകൊണ്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത ശേഷം വേണേലും കട്ട് ചെയ്തെടുക്കാം. പ്രസ് ചെയ്യാതിരുന്നാൽ കുറച്ചുകൂടെ വലുപ്പത്തിൽ വ്യത്യാസം വരുന്നേ ഉള്ളൂ. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായ ശേഷം മാത്രം ഇട്ട് കൊടുക്കാം. ഫ്ലെയിം മീഡിയം ടു ലോയിലായിരിക്കാൻ ശ്രദ്ധിക്കണം. കുറച്ച് ടൈം എടുത്ത് തന്നെ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കണം. എങ്കിലേ ഉൾവശമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുകയുള്ളൂ. ഇടയ്ക്കിടെ ഒന്ന് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുക്കണം. എല്ലായിടവും ഒരുപോലെ മൊരിഞ്ഞ് നല്ല ക്രിസ്പി ആകാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ ഓയിൽ ഇതിന് വേണ്ടിയിട്ട് ചിലവാകുന്നുള്ളൂ. അതുകൊണ്ട് മുതിർന്നവർക്കും ഒരു പേടിയും കൂടാതെ ഇത് കഴിക്കാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളത് കൂടി ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ.